എന്തിനാ നീ ആ മഞ്ഞളിലെ ചെക്കന്റെ കൂടെ തല്ലൂടാൻ പോയത്? ഈശോ, എന്തോരം ചോരയാ ആ ചെക്കന്റെ മൂക്കിന്ന് ചാടിയത്. എന്നെങ്ങനെ വിളിച്ചിട്ടല്ലേ? വിളിക്കരുത് വിളിക്കരുത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വിളിച്ചു അരിപ്രാഞ്ചിന്ന്. എന്തെങ്കിലും വിളിച്ചോട്ടെ, അതിനൊക്കെ തല്ലൂടാൻ പോണത് എനിക്ക് ഇഷ്ടല്ല. അങ്ങനത്തെ ചെക്കന്മാരെ എനിക്ക് കണ്ടൂടാ. ഇനി തല്ലൂടില്ല. സത്യം ഫ്രാൻസിസ് പുണ്യാളെ പിടിച്ച് സത്യം. സത്യം ഫ്രാൻസിസ് പുണ്യാളാണ് സത്യം. ആ ലൈൻ ഞാൻ ഇന്ന് പൊട്ടിക്കും. അവൻ തല്ലൂട്ടാ, ഒടുക്കത്തിരിയാവന്റെ ഇടിക്കട്ടാ. നിങ്ങൾ മറിക്കോ പൊയ്ക്കോ. ഫ്രാൻസിസേ, 1 മിനിറ്റ് ഒന്നിങ്ങി വന്നടാ. 1 മിനിറ്റ്. അവനെ സോറിട്ടാ. എന്താടാ? ഡാ, നീ ആള് തരക്കേടില്ലല്ലോ. നീ നിന്റെ വീട്ടിലെ കറവക്കാരച്ചെടുത്തേരുടെ എവിടെ പിടിച്ചേ? അങ്ങനെ കേട്ടല്ലോ. ഞാനിത് അവളോട് പറയട്ടെ. ഞാൻ ഇടിക്കോട്ടാ. ഞാൻ പറയും, ഇന്നത്തോടെ നിന്റെ ലൈൻ പൊട്ടി താഴെ കിടക്കും. കാണാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ, നീട്ടകൈ കുരുത്തം കേട്ടവനും തല്ലുണ്ടാക്കരുന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. നീട്ടകൈ പഠിക്കാൻ ചെന്നെങ്കിൽ അതിനും കൊള്ളില്ല. ഒരിടത്ത് അടങ്ങിയിരിക്കോ? അതുമില്ല. നിന്റെ അപ്പനെ കാണാ ഈ ഓമനെ നീ പ്രേമിച്ചോ? പക്ഷെ അവള് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കണ കുട്ടിയാ. അത് നീ മറക്കരുത്. അപ്പൊ നീ നന്നായി പഠിക്കണോ, എന്നാലേ നാളെ രണ്ടുപേർക്ക് നല്ല ജോലിയൊക്കെ കിട്ടൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഓമനയുടെ അപ്പന്റെ കയ്യിൽ എന്തിട്ടുള്ളത്? ഒരുണക്ക ഡോക്ടർ. നിനക്കറിയോ, എന്റെ അപ്പം വിചാരിച്ച അവളുടെ തറവാട് അടങ്കൽ മേടിക്കൂന്ന് അവനെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ഫ്രാൻസിസ് എന്ന് പറഞ്ഞോണ്ടാ അവൻ എന്നെ അടിച്ച്. വേണ്ട വേണ്ട, എന്നോട് മിണ്ടണ്ട. എനിക്ക് ഇഷ്ടല്ല. ഫ്രാൻസിസ് പുണ്യാളെ പേരിൽ സത്യം ചെയ്തിട്ട് എന്റെ മുമ്പിൽ വെച്ചെന്നെ എനിക്ക് കാണണ്ട. നീ എന്തെങ്കിലും പോയി ചെയ്യേ. പഠിക്കാതിരിക്കേ, തല്ലുകൂടെ, എന്തെങ്കിലും ചെയ്യേ. പഠിപ്പിന്റെ കാര്യത്തിന് മോശമാവരുതെന്നല്ലേ ജോസിനോട് പറഞ്ഞുള്ളൂ. അപ്പൊ നീ എന്താ പറഞ്ഞേ? നിന്റെ അപ്പന്റെ കയ്യിൽ കാശുണ്ട്, ആ കാശുകൊണ്ട് ഞങ്ങളെ തറവാട് മേടിക്കുന്ന അല്ലേ? ഈശോന്നാ ആ വാക്ക് നീ പറയരുത്. ഒരിക്കലും എന്നോട് മിണ്ടാൻ വരില്ല. മിണ്ടാൻ വന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞ ഗേൾസിക്ക് TC വാങ്ങിപ്പോവും. നോക്കിക്കോ. ആ താപ്പില് അവൻ ഓമനയുടെ മനസ്സിലേക്ക് കയറി. പിന്നെ അവ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവ അവളെ കെട്ടി. ഇപ്പൊ രണ്ടാളും വെസ്റ്റ്പോർട്ട് ആസ്പത്രിയിലെ ഡോക്ടേഴ്സാ. പിന്നെ ആ ചിങ്ങണ്ണിനെ വിട്ടില്ല. റീജൻസി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിച്ചപ്പോ ദാവൻ ജോസിയാരം ഡോക്ടർ മുണ്ട് മതിയായിരുന്നു. കോട്ട് വേണം, കോട്ട് വേണം. ഇപ്പൊ സകല തെണ്ടികൾ കോട്ടിട്ടാ നടക്കണം. പിന്നെ താനെന്താ ഇടാത്തെ? ചോദ്യം. താൻ ധ്യാനത്തിന് പോയിട്ട് വെള്ളടി നിർത്തിന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയിപ്പോ നിർത്തി. ധ്യാനം നിർത്തി ഇപ്പൊ തുടങ്ങി. നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ. നമ്മുടെ പാഞ്ചി ആള് കോടീശ്വരനാ, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. എഡ്യൂക്കേഷനുള്ള ഡോക്ടർ ജോസ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് ലുക്കിൽ പിടിച്ചു നിക്കണം. പ്രാഞ്ചി, നീ ആ പ്രസംഗം പറഞ്ഞേ. ഒരെണ്ണം ഒഴിക്കടാ. കഴിച്ച 2 കോട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ എതിലിയാ പോയി. മെന്നെ തുടക്കം നിട്ടെ. പൂ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക്. പൂ വെച്ച് തുടങ്ങുന്ന വാക്കാണെങ്കിൽ ഞാൻ പറയട്ടെ. താൻ ഈ പൂ പൂന്ന് പറയാണ്ട് ആദ്യത്തെ വരികൾ മുഴുവൻ പറഞ്ഞു കൊടുക്കണ എന്നെ. ഇതിപ്പോ തെറിയൊന്നല്ലോ. പൂരങ്ങളുടെ
പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. എങ്ങനെയുണ്ടോ? ഒഴുകണം, ഇടയ്ക്ക് തട്ടും തടവില്ലാതെ. അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കണ്ട കുടിച്ചിട്ട് വയറ്റിയത് പോണ പോലെ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് എങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അയ്യേ, അതെ, പൂ വെച്ചുള്ള വാക്ക് കിട്ടിയ കിട്ടി പൂ വെച്ചിട്ടുള്ള വാക്ക് നിനക്ക് വേണം. പറയണോ മാപ്പിളെ? ഒരെണ്ണ അടിക്കട്ടോ. ഇതെന്താ കൊല്ലപ്പരീക്ഷ? പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എന്തോ ഒരു അനുഭവമുള്ള ആളാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, കടുത്ത മത്സരം നടക്കാൻ പോണേ. ഈ കോട്ടിന്റെയും പ്രസംഗത്തിന്റെയും പച്ചയില് സംഗതി നടക്കണം, അല്ലെങ്കിൽ ഗോപിയട്ടാ ഗോപി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ കലക്കൂടോ, താൻ നോക്കിക്കോ. യൂസപ്പേ, തീയ ബാഹുലേ എന്ന് വിളിക്കടാ. ആര്? സലാഹുദ്ദീനാ? കൊടുക്ക്. കോട്ടുണ്ടാ, സബ്സ്ക്രിപ്ഷൻ നമുക്ക് അടയ്ക്കാടാ. നീ ആളെ കൊണ്ടുപോവാ. ശരി, കൊടു. നമസ്കാരം. അവന്റെ കൂട്ടത്തിലുണ്ട് പോരട്ടാ. പ്രാഞ്ചിയാണ് പ്രസിഡന്റ് സ്ഥാനത്ത്. നമ്മടെ അരിപ്രാഞ്ചി വന്നിട്ട് രണ്ടെണ്ണം പൂശിട്ടുണ്ട് കേറാട്ടാ. പ്രാഞ്ചേട്ടൻ വിളിക്കണ്. അരിപ്രാഞ്ചി എന്ന് പറയാണ്ട് നിന്റെ മുതലാളി ആരും അറിയില്ല എന്ന് പറഞ്ഞ ആ പേര് മാറി കിട്ടാൻ ആദ്യം സ്വർണ്ണക്കട തുടങ്ങിയത്. അപ്പെന്തായി? നമ്മുടെ സ്വർണ്ണക്കട നടത്തണ അരിപ്രാഞ്ചിന്ന് 10-20 വരെ കുടിശ്ശിക അടച്ചപ്പോ ഉറുപ്പ്യ 1 ലക്ഷം മാറി കിട്ടിട്ടാ. ഇറങ്ങി പോയില്ലടാ. കേറാനുള്ള താപ്പൊന്നും ഞാൻ കാണില്ല. ഒരു മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ആ പദ്യം വേണ്ടട്ടാ എന്നെ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അതല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ കവിതയാടാ. അതിന് കയ്യടി ഉറപ്പാ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ. അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രഭാകർ അണ്ടിക്കോട് എന്ന് പറഞ്ഞ ആരാ? പ്രസംഗ കലയിലെ കമലഹാസന. അറിയില്ലല്ലേ? അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കണ്ടേ, കല്ലെടുപ്പിച്ച്. പ്രഭാകർ അണ്ടിക്കോട് എഴുതി തന്ന പ്രസംഗം തിരുത്തേ. പ്രാഞ്ചി നീ മനപ്പാഠം പഠിച്ചേ. സമയായിട്ടാ, ഒന്ന് ഇറങ്ങി. സ്ഥാനാർത്ഥികൾ അവസാനമായി സ്റ്റേജിൽ വന്ന് ഓട്ടപ്പരത്തിക്കുന്നു. പിന്നെ പോളി താഴ്ന്ന് പുളി തുടങ്ങിട്ടാ. നമ്മുടെ വെയ്യാണ്ട് കിടക്കുന്ന റിട്ടയർഡ് ഡിവൈഎസ്പി ദാമോദരൻ സാറിന് കൊണ്ടുവന്നിട്ടുണ്ട്. 2 ചോദിക്കുന്നുണ്ട്, കൊടുക്കട്ടെ? കൊടുക്ക്. 2 വെച്ചാ 2 കൂടുതലായാല് പ്രാഞ്ചി ഡിവിഎസ്പിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ശവം കൊണ്ടുവരുന്ന പോലെ ഉണ്ടല്ലോ. അതെവിടെങ്കിലും കുഴിച്ചിട്ട നീ ഇത് പഠിക്കിഷ്ട. ബ്രാൻഡി കാണിച്ചിട്ട് ആളെ കൊണ്ടുവരുന്നേ. നിർത്ത് വണ്ടി നിർത്ത്. പ്രാഞ്ചിസേ, ദാമോദരൻ സാറ് വന്ന് നിന്നെ ഒറ്റ ആളെ ഓർത്തിട്ടാ. നിന്നെ ജയിപ്പിച്ച് ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് ഞാൻ പോളൂട്ടാ. എന്റെ വോട്ട് ആർക്കാന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാഞ്ചിക്കാന്ന്. അരിപ്രാഞ്ചിക്ക് വോട്ട് ചെയ്താ ആ വോട്ട് പാഴാവുന്ന ചിലരൊക്കെ എന്നോട് പറഞ്ഞതേ. അരിപ്രാഞ്ചിന്ന് വിളിക്കാൻ എന്താ, അവൻ അരി കട്ടുവിറ്റിട്ടൊന്നുമില്ലോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്താ സുബ്രഹ്മണ്യ, ഒരെണ്ണം ഇങ്ങോട്ട് ഒഴിക്കടാ. ഒരെണ്ണം ഒരു പുല്ല് തരും. സുബ്രഹ്മണ്യ, വരണോ? ഇങ്ങോട്ട് വാടാ. ഇയാളുണ്ടല്ലോ. പ്ലീസ്, ഇന്നത്തെ ദിവസം നിന്റെ അമ്മയ്ക്ക് വിളിച്ചാൽ അനങ്ങരുത്. വന്നേ. ഇതാ നരകത്തിന്റെ കാറാട്ടാ, ഡോക്ടർ ജോസിന്റെ. ഇവന്റെ മൂത്ത പെങ്ങള് ബ്രിജിത്ത് ഒരു ചാട്ടുമാട്ടക്കാരിയാ. ഒന്ന് പാളിയതാ. ഡോക്ടർ നല്ല ആളാ. എന്തത്ര വൈകിയത്? ഒരു ലാസ്റ്റ് മിനിറ്റ് ക്യാമ്പയിൻ കൂടി നടത്തണം. എന്തിന്? എന്നെ അറിയാത്തവരോട് ആരാ കരുത ഉള്ളേ? അവർക്ക് ഞാൻ പ്രസിഡന്റ് ആയിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. അത്രയല്ലേ ഉള്ളൂ. ജയിക്കും, അത് ഷുവറാ. എന്നാലും ഒരു ചിരിയും കൈവിടുത്തു ഒന്നുകൂടെ ഉറപ്പിക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന പോലെ. നിങ്ങൾ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. അല്ലാതെ എനിക്ക് പിന്നെ ആൻസൈറ്റ് ഒന്നും ഇല്ലട്ടാ. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട് കേട്ടാ. ഈ എഡ്യൂക്കേഷന്റെ ഒരു വെയിറ്റ് ജോസിനുണ്ട്. അവൻ MBBS ഡോക്ടറാടാ. അത് താൻ ഇപ്പോഴാണ് അറിയണേ. ഇത്രയും കാലം കൂടെ വന്നിട്ട് ഇപ്പൊ മറ്റടുത്ത വർത്തനം പറയാം. എനിക്ക് ടെൻഷൻ ഇല്ല, നീ വന്നേ. പ്രാഞ്ചേട്ടോ, കലക്കിണ്ടല്ല. ഒരു തോപ്പിയുടെ ആവാർന്നു. തൊപ്പി നിനക്ക് കാണണ്ട. എനിക്ക് കാണണ്ട ചങ്ങാതി. ഇയാള് തോൽക്കുമ്പോ താൻ തലയിൽ വെച്ചോ. തോറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിടുട്ടോ. എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. ഒരു കരിഞ്ഞി ടോയ്ലറ്റിലേക്ക് പോയോ? എങ്ങോട്ടാ? അപ്പൊ അതൊക്കെ മേലെ സാധിച്ചൂടായിരുന്നോ? അടിക്കാനുണ്ടോ? എന്നാ പോവാ. ഞാൻ പകലടിക്കില്ലട്ടാ. ഞാനടിക്കും. പ്രസംഗിക്കാനുള്ളതാ.
അത് പാളിന്ന് വെച്ചാ എനിക്ക് പ്രഭാകർ അണ്ടിക്കോടിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലേട്ടാ. പ്രസംഗം ഞാൻ കലക്കൂടോ. താനപ്പ ആദ്യം ഒന്ന് പഠിക്കേ. അത് വേണമെന്ന് വെച്ചാ കയ്യിൽ എഴുതി വെച്ചോ. വേണ്ട, കോപ്പി അടിച്ചിട്ട് ഇവനെ പല പ്രാവശ്യം പിടിച്ചിട്ടുള്ളതാ. ആ നാണക്കേട് ഇനി വേണ്ട. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളീ നിങ്ങളെത്താൻ. ഇവൻ എന്താ സാധനം? ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. Honorable presiding officer on dais, esteemed senior members, and my dear fellow brothers and sisters of the Regency Club. ഞാനാ പ്രസംഗം എഴുതിയ കടലാസ് കീറി കളഞ്ഞൂട്ടാ. ഇംഗ്ലീഷ് കേട്ട് നീ പേടിക്കുന്നു വേണ്ടട്ടാ. ഇംഗ്ലണ്ടിലെ ധർമ്മക്കാർ വരെ ഇംഗ്ലീഷാ പറയാ. അതിനിടയ്ക്ക് എവിടേക്കാ പോയത്? ഒന്നുണ്ട് വന്നേ. Abraham Lincoln once said, whatever you are, be good one. And I find it true. 20 years ago, when I joined this club, I was merely 26. The then Honorable President, Mr. Idikula, who inducted me, ജോസിന്റെ ഭാര്യ ഓമന നിന്റെ കോട്ടില് വീണൂട്ടോ. a desire, a dream. അത് കളിയാക്കി ചിരിക്കണ പോലെ എനിക്ക് തോന്നണേ. അനാവശ്യമായിട്ടുള്ള കോംപ്ലക്സ് വേണ്ടട്ടാ. അവനവന്റെ ഡിഗ്നിറ്റി നിൽക്ക്. But the will has to be stronger than the skill. ഇതവൻ കൊണ്ടുപോയിട്ടാ. എഡ്യൂക്കേഷൻ I can do as the president to this club what no club has done to the social and cultural fabric of Trichy. Good luck. പ്രാഞ്ചേ, നീ ആ ചേർത്തിയാരുടെ ഏത് മേലക്കാടാ പിടിച്ചത്? എടുത്തേതാ? വലുത്തേതാ? ഈയിടെ ഇടത്തും വലുത്തല്ലാതെ പിന്നെ ഏതാണ്ടാ മേല? ചെല്ലു ചെല്ലു. പൂരങ്ങളുടെ ഈ പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകങ്ങളെ ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. പറ്റുവച്ചാ എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. പൊട്ടിയുണ്ടാവും ഷുഗറാ. തിരക്കൂട്ടല്ലേ പുണ്യാള, റിസൾട്ട് വരട്ടെ. അതിനു മുമ്പ് അവൾ എന്നെ ഒന്ന് വന്ന് കണ്ടു. ഡോക്ടർ ഓമനി. ടെൻഷനിലാ? എന്തൊട്ട് ടെൻഷൻ? കൗണ്ടിങ് ഇപ്പൊ കഴിയൂട്ടാ. തോറ്റാ അതിപ്പോ തോൽക്കണത് ആദ്യമൊന്നുമല്ലല്ലോ. ഈ ജോസ് തന്നെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ മുമ്പ്. ജയിക്കാൻ എന്ത് കളിയും കളിക്കണ ആളാ ജോസ്. സ്കൂളിൽ വെച്ച് ഒരു കറവക്കാരി കഥ പറഞ്ഞ തല്ല് കൂടിയതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് തന്നെ പറഞ്ഞു അല്ലേ സ്റ്റേജിൽ കയറുമ്പോ. ഇന്ന് പക്ഷെ അതിൽ വീഴാൻ പാടില്ലായിരുന്നു. എനിക്ക് നിന്നെ അവനെ ഒരുമിച്ച് കാണുമ്പോ കംപ്ലീറ്റ് ഗ്യാസാ പോവും. എന്താ അറിയില്ല. നിനക്ക് വല്ല പ്രാന്തമുണ്ടടാ. കുട്ടിക്കാലത്തെ ഓരോ മറക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. പ്രേമത്തിന്റെ ആവേശമൊക്കെ കല്യാണം കഴിയണവരെ തന്നെ ഉള്ളൂ. പിന്നെല്ലാം ഒരു തരം അഭിനയമല്ലേ. അഭിനയിച്ച് ആളെ പറ്റിച്ച് പരസ്പരം പറ്റിച്ച് അങ്ങനെ.
നിന്റെ ജോസ് ജയിച്ചടി. കാണാ പ്രാഞ്ചി, ഇതിപ്പോ എന്താ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനോ? ഇനി കുറച്ചു കാലത്തേക്ക് ആ നശിച്ച ക്ലബിലേക്ക് പോണ്ടാട്ടാ. നാളെ അവര് സൗജന്യ അരി വിതരണം നടത്തുന്നുണ്ട് ഇത്രേ. താൻ നാളെ ചെന്നിട്ട് അത് മേടിക്കടോ, ഓസിന് കിട്ടണല്ലേ, എന്നിട്ട് കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. സുബ്ര, വണ്ടി ബാഹുലേന്റെ ഹോട്ടലിലേക്ക് പോട്ടെ. അതാ നല്ലത്. ഇനി കുറച്ചു ദിവസത്തേക്ക് ഒരു മുറി എടുത്ത് അവിടെ ഒളിച്ചിരിക്കാം. എന്താണ്ടാ യൂസപ്പേ നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് പൊട്ടാൻ കാരണം? അതിപ്പോ ജോസ് ഡോക്ടറെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചും നല്ല അഭിപ്രായം ഉള്ളത് ഒരു ഇമേജ് എന്നൊക്കെ പറയില്ലേ. കൂടാതെ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയവരെ കുറിച്ച് അത്ര നല്ല പേരല്ല ഉള്ളത്. രണ്ടും നെഗറ്റീവായിരുന്നേ. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലോ. ഞാൻ പറയണെങ്കില് നീ ഒന്നും പറയണ്ട. അവൻ പറയട്ടോ, നീ പറയടാ. പ്രാഞ്ചേന്റെ പ്രസംഗവും ആ വേഷവും അത് രണ്ടും കുഴപ്പമായി. പ്രാഞ്ചേട്ടൻ ഒരു മുണ്ടും ഷർട്ടൊക്കെ കൊടുത്തു വന്നിട്ട് നമ്മുടെ ലൈനിൽ ഒരു പെട പിടിച്ചെടുത്തെങ്കിൽ വോട്ട് ഇങ്ങോട്ട് പോന്നേനെ. അതില് കാര്യണ്ട് മെന്നെ. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രാഞ്ചേട്ടനെ നാട്ടുകാർക്ക് ഇഷ്ടം. മതിയടാ മതി. ഒരു ചീഫ് ഇലക്ഷൻ ഏജന്റിന്റെ പ്രയാസം നിനക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രസിഡന്റ് പണി എന്നൊക്കെ പറഞ്ഞ അതിനവൻ തന്നെയാണോ നല്ലത് ജോസ്. എന്നിട്ടാ ഒന്നുമില്ല, തോറ്റോന്റെ വേദന തോറ്റോനെ അറിയൂ പുണ്യാളാ. പിന്നെ ഞാൻ ക്ലബിലേക്കൊന്നും പോവാറില്ല. മട കച്ചവടവും കാര്യങ്ങളും ഇട്ട് അങ്ങോട്ട് കൂടി. തൃശൂരിന് തിലകക്കുറിയായി സ്വർണ്ണത്തിലക്കത്തിന്റെ ആത്മഹർഷമേറും രോമാഞ്ചമായി കുടമാറ്റത്തിന്റെ കുളിർച്ചൂടി ചേറമ്മൽ ഗോൾഡ്. ഗോൾഡ് ഈസ് ബോൾഡ്, ബോൾഡ് ഈസ് ഗോൾഡ്. ഓക്കെ സന്തോഷ്. ഫ്രാൻസിസ് സാറ് വെൽഡൺ. എന്തുട്ട് വെൽഡിങ്? ഇത് വേണ്ടട്ടാ. എന്റെ അഭിപ്രായത്തിൽ സംഗതി കളിക്കിട്ടോ. ഇത്ര ഗ്ലാമറും ടൈമിംഗ് ഒക്കെ ഉള്ള ഏത് മോഡലിൽ കിട്ടാന്ന് ഞാൻ ഡബിൾ ഓക്കെ ആട്ടാ. ഓക്കെ, എനിക്ക് ഓക്കെ അല്ല. നീ ഇതൊന്നും കൂടെ എടുത്തേ. പറയാനുള്ള ഡയലോഗ് ഞാൻ പറയാം. ഓക്കെ, കം ഓൺ കം ഓൺ, ഗെറ്റ് റെഡി. പ്രാഞ്ചേട്ടൻ മുടിയിട്ടുണ്ട്. ഒന്ന് പോയടാ, ഞാൻ ഡയലോഗ് ആലോചിക്കട്ടെ. ചിന്തിക്കട്ടെ ചിന്തിക്കട്ടെ. വേണ്ടേ? അയാളുടെ സ്വർണ്ണക്കട, അയാളുടെ പരസ്യം. നമുക്കെന്താ? മ്യൂസിക്. കൊടക്കട കാശിന് കിട്ടണ പൊന്നു മുതല, അത് ഞാൻ ഗ്യാരണ്ടി. കടയുടെ പേര് കളഞ്ഞിട്ട് ഒരു കേസും ഇല്ല ചെറമ്പൽ ഗോൾഡിന്. സ്വർണ്ണ സത്യ, സത്യം സ്വർണ്ണ. ചെറമ്പൽ ഗോൾഡ്, ചെറമ്പൽ സെന്റർ, പടിഞ്ഞാറക്കോട്ട റോഡ്, തൃശൂർ. പ്രൊപ്പറേറ്റർ സി ഫ്രാൻസിസ്. കട്ട്. ആ ദേ, ഈ കടമുതലാളിമാര് തന്നെ പരസ്യത്തിൽ നിന്നാ ഇതിന്റെ പേരിൽ ക്യാഷ് അടിക്കുന്ന സിനിമാ നടന്മാര് നടികൾ എന്ത് ചെയ്യും? ഐറ്റിങ്ങൾ വന്ന് കൊടുക്കണ കാശിന് വയറ് നിറച്ച് പറയും. പക്ഷെ അതിലൊരു ആത്മാർത്ഥ ഉണ്ടാവും എന്നെ. കാരണം കാശും കടയും ഇവിടെ അല്ലേ. എന്താ എല്ലാരും ഉണ്ടല്ലോ, തൃശ്ശൂർ കോർപ്പറേഷൻ മുഴുവൻ. എന്താ പരിപാടി? പറയാനുണ്ട്. ഇവരിവിടെ ഇരിക്കട്ടെ, നടക്ക്. ഇവൻ ഇടവേളയ്ക്ക് ശേഷം പൊക്കം വെച്ചിട്ടില്ല. വെറുതെ അല്ല പ്രഭാകരൻ്റെ കൂടെ പറഞ്ഞ ഇയാൾക്ക് വിവരമില്ലാന്ന്. ഈ ക്ലബ് ഇലക്ഷന്റെ ക്ഷീണം നമുക്കൊന്ന് തീർക്കണ്ടേ? ആഫീസിൽ പോയി കണക്ക് നോക്കിയാൽ അറിയാം ക്ഷീണത്തിന്റെ ഒരു നിലവാരം. പോയത് പോട്ടറോ എന്നെ വെല്ലോന്റെയും കയ്യിലെ കാശ് പോകുമ്പോ സകല തെണ്ടിയോളും ഫ്രീ ആയിട്ട് കൊടുക്കണ ഉപദേശം അത്. താനത് എന്നോട് പറയണ്ടട്ടാ. ഞാൻ കാശിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ പേരിനുണ്ടായ ഡാമേജ് അത് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഉള്ള പേരുടെ കളയാനാ? നിനക്ക് ആകെയുള്ള പേര് അരിപ്രാഞ്ചിന്നല്ലേ? ഡോ, നമ്മുടെ ചേക്കുട്ടിക്ക് ഗഫൂർ ചേക്കുട്ടി ഓസ്കാർ, അയാൾക്ക് തൃശൂർ നഗരസഭ ഒരു സ്വീകരണം കൊടുക്കണോ? കൊടുക്കട്ടെ, അതിനിപ്പോ നമുക്കെന്താ? അത് ചെറമ്മൽ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് തന്നോട് ആര് പറഞ്ഞു? എന്ന് താൻ എന്നോട് പറയണം. അത് കേൾക്കാനാ പുറത്ത് കോർപ്പറേഷൻ കൗൺസിലർമാരും മറ്റുള്ളവരും ഇരിക്കുന്നത്. എന്നെ നമ്മുടെ കാശിന് പറ്റുകൾക്കൊക്കെ നല്ല വിലയുണ്ട്, നമുക്ക് മാത്രം ഒരു വിലയില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാശ് കൊടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടിയെ നിർത്തി. നിക്ക്, ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടായിരിക്കണേ. ചെറമ്മൽ ചേക്കുട്ടി ഈവനിങ് എന്നായിരിക്കും പ്രോഗ്രാമിന്റെ പേര്. ചെറമ്മൽ ചേക്കുട്ടിയോ? അവൻ എങ്ങനെയാടോ ചെറമ്മലത്തെ അവനെ? ഡാ പൊട്ട, അത് പ്രോഗ്രാമിന്റെ പേരാ. ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയുന്നത് പോലെ. സ്റ്റേജിൽ ഒരു MP, ഒരു മന്ത്രി, ഒരു MLA, പിന്നെ താൻ. ഇവരായിരിക്കും മുന്നിലത്തെ കസേരകളിൽ ഇരിക്കുക. ചേക്കുട്ടിക്ക് ഉപഹാരം കൊടുക്കുന്നത് പ്രാഞ്ചി. എന്താ, അതിന്റെ പടമായിരിക്കും പിറ്റേന്നത്തെ മെയിൻ പത്രങ്ങളുടെ 1-ാം പേജിൽ. തൃശൂർ എഡിഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മേന്നെ കണകുണാന്ന് പറയരുത്. പിന്നെ മന്ത്രി പ്രഭാകരനാണ് സംഘാടക സമിതി ചെയർമാൻ.
പ്രഭാകരൻ പ്രസംഗത്തിൽ ചെറമ്മൽ ഫ്രാൻസിസിനെ കുറിച്ചൊരു 4 വരി പെട്ടക്കും. എന്താ ഇത്രയും പോരെ? താനേ എനിക്ക് മനസ്സിലായി. അതെ, അതിന് പണിയുണ്ട്. സ്റ്റേജിൽ കയറാൻ പറ്റില്ലേ? കാശ് തിരിച്ചു വഴിക്കൂട്ടാ. നീ ഇങ്ങനെ മണവാട്ടിമാരുടെ കാര്യം നാണിച്ച് നിൽക്കണ്ട, എന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ. നീ എന്താ ഇവിടെ ഭരതനാട്യം നടത്താൻ പോവാ? കൊല്ലത്തെ ഫസ്റ്റ് സ്റ്റേജിലിടോ. അവിടെ ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വിചാരിച്ചത്ര സൈസ് ഇല്ലാട്ടാ. ആളൊരു കപ്പലിന്റെ മിട്ടയുടെ അത്ര ഉള്ളൂ. എന്നിട്ട് എവിടെയാ എത്തിയേ? ഇതാ പറയണ പൊക്കത്തിനും വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ. കോർപ്പറേഷൻകാരുടെ ഒരു സിമ്പിൾ പരിപാടിയായിട്ട് നമ്മള് ഇതിന്റെ സന്തോഷം ഇവിടുന്ന് ഞാൻ എങ്ങരുതട്ടാ. ഇത് കഴിഞ്ഞ പിന്നെ നേരെ കോഴിക്കോട്ടേക്ക് കഴിഞ്ഞിട്ട് കാസർഗോഡ്. ജോസിനൊക്കെ സീറ്റ് പിന്നിലാട്ടാ. താനും വേണമെങ്കിൽ പോയി പിന്നിലിരുന്നോ. തിരക്കുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് സംഭവം തീരും. സഹിക്കേണ്ടി വരും. ചെർമൽ ഗ്രൂപ്പ് എന്നെഴുതി തീരെ ചെറുതായി പോയിട്ടോ. ഗുരു മാധവൻ തമ്പി പത്മശ്രീ പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പിലിരുത്തണം. ഒന്നിരുന്നേ. മെയിൻ സ്പോൺസറല്ലേ? പ്രാഞ്ചേട്ടാ പ്ലീസ്. പത്മശ്രീയാ പത്മശ്രീ. കേരളത്തിന്റെ ശബ്ദം ലോകത്തിന്റെ മുന്നിൽ ഉച്ചത്തിൽ കേൾപ്പിച്ച ഈ മഹത് വ്യക്തി നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് ഞാൻ നടക്കുക. അപ്പോഴേക്ക് എവിടുന്ന് കൊണ്ടുവന്നോ ഒരു പത്മശ്രീകാരനെ? സംഭവം ഒരു വെയിറ്റുള്ള സാധനട്ടാ. ശവടക്കിന് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും പത്മശ്രീ കിട്ടിയ. അതെന്തിനാടോ? ചത്തോന്ന് ഉറപ്പിക്കാനാ വെടിവെച്ച് നോക്കണത്? എന്ത് തേങ്ങയാടോ ഈ പത്മശ്രീ? ആ കിളവിന് എന്തിനാ കിട്ടിയത്? ഡാൻസിനോ കാക്കാരിശിക്കോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്ന സാധനം ഇത്. അതെ, പിടിപാടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് നോക്ക്. കാശെറിഞ്ഞാ മേടിക്കാൻ പറ്റണതാണ് ഈ സകല പാടും. എന്തറിയേണ്ടി വരും? എന്തോട്ടിന് പത്മശ്രീക്കാ? പ്രാഞ്ചിയെ, നീ വെറുതെ ഈ മേനോന്റെ ഓരോ ബടായി കേട്ടിട്ട് ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ വല്ല ചക്കയോ വാങ്ങിയിട്ടിയാ? കാശ് കൊടുത്ത് മേടിച്ച കഥയൊക്കെ ഉണ്ട്. 2 ആളെ എനിക്കറിയാം. മേടിച്ചോ? വർത്താനം നിർത്തിയേ. എന്ത് ചെലവാന്ന് പറ. ക്യാഷിന് കിട്ടാൻ ഞാൻ മേടിക്കും. പത്മശ്രീ ശ്രീ പ്രാഞ്ചേട്ടൻ. ആരണ്ട ബാഹുലായതുകൊണ്ട് ഒരാള് പിടിക്കുകയാണെങ്കിൽ ഇവിടെ സുരേഷ് ബാബുവിനെ പിടിക്കണം. എന്താ പാട്ടാ? കാര്യവും പ്രതിപക്ഷത്താണെങ്കിലും ഇമ്മാരി ഓപ്പറേഷനും ബെസ്റ്റാ. കാശ് കിട്ടിയ മണലോണ്ട് അവൻ കയറിയിരിക്കും. ഞാൻ ഇനിയൊരു സത്യം പറയാം. കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും നിനക്ക് മനസ്സിലായ? നമ ശിവായ നമ ശിവായ നമ ശിവായ ശംഭോ രുദ്ര മഹാദേവ ഭഗവാനെ. പത്മശ്രീ കാശിറക്കേണ്ടി വരൂട്ടാ.
ഇറക്കാന്നേ. മാത്രല്ല കളി വേറെയും കളിക്കേണ്ടി വരും. ആ കളിയുടെ ക്യാപ്റ്റനായിട്ട് സുരേഷ് ബാബു നിക്കണം. അപ്പൊ ഡൽഹിയിലത്തെ കാര്യം? ഡൽഹിയിൽ എത്രയെങ്കിലും കേരളം കിടക്കണ്ടേ? സംസ്ഥാന സർക്കാർ അയക്കുന്ന ലിസ്റ്റും വല്ല അവിടത്തെ ഡിസിഷൻ വരിക. ആ ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ ഇവിടത്തെ ചുള്ളന്മാരെ ആരാ മട്ടിലേക്കാ തള്ളണ്ടേന്ന് പറഞ്ഞാ മതി, തള്ളാം. നമുക്ക് സുധാരനെ പിടിക്കാം. വലിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അവനാ കൂട്ടത്തിന് നല്ല ഗാന്ധി സ്നേഹമുള്ളവനാ. നടക്കണ കാര്യമല്ലേ ഗാന്ധി? അതിപ്പോ പാർട്ടിയുടെ ഒരു ലിസ്റ്റ്, പിന്നെ ഘടകകക്ഷികൾ ചില നോമിനീസ്, അങ്ങനെ എലിജിബിളായ എത്ര പേരുണ്ടാവും? കഴിഞ്ഞ തവണ 24 പേരുടെ പേര് പോയിട്ട് കിട്ടിയത് എത്ര പേർക്കാ? എല്ലാം തികഞ്ഞോന്മാർ തന്നെ ബാക്കി കിടക്കുക. അല്ലേലും നിങ്ങളുടെ പാർട്ടിക്കാരെ പ്രശ്നം ഇതാ, മുടക്കം പറഞ്ഞേ തുടങ്ങുള്ളൂ. താനാ സ്റ്റേറ്റ് ലിസ്റ്റിലൊന്ന് കയറ്റിത്താടോ. ഡൽഹിയിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഡൽഹിയിൽ എന്ത് തോന്നിയ ദിവസം നടക്കും? അതൊക്കെ ഇവിടെയും നടക്കും. താൻ ആ വിഷയം വിട്. ഇനിയിപ്പോ ഭരണം മാറിയിട്ട് മതി വെച്ചാലും പ്രശ്നമല്ല. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇക്കുറി തന്നെ വേണം, അല്ലേ പ്രാഞ്ചി? അതെ, അതും ഒരു ദിവസം നേരത്തെ കിട്ടിയ അത്രയും സന്തോഷം. ഇതെന്താ ഫ്രാൻസിസേ, റേഷനറി അളക്കണ കാര്യ പറയണേ? ഈ സുരേഷ് വിവരമില്ലാഞ്ഞിട്ട് പറയണതാ. അല്ല ഞാൻ ചോദിക്കട്ടെ, ആരേലും ചോദിച്ചാ നമുക്ക് എന്തുട്ടാ പറയാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട്? തനിക്ക് എന്തോരം വേണ്ടി വരും എലിജിബിലിറ്റി? സുധാകര, നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുള്ള കാര്യ പറയണത്. വേണ്ട, നമുക്ക് പോവാടാ. സുധാര, എന്താ യോഗ്യത എന്നല്ലേ നീ ചോദിച്ചേ? ഇടത്തുനിന്നും വലത്തുനിന്നും കൈ നീട്ടുമ്പോ കണക്ക് നോക്കാണ്ട് വാരി തന്ന തന്നെയുണ്ട യോഗ്യത. ഇത് ക്യാഷിന് കിട്ടണമെങ്കിൽ ഫ്രാൻസിസ് മേടിക്കും. എന്നിട്ട് അതും കഴുത്തിൽ തൂക്കിയിട്ട് തൃശ്ശൂർ റൗണ്ടാ നടക്കും. മേനോ വായോ. എന്റെ ഐഡിയ അത്. നമ്മുടെ അന്യമാഷ്ട അമ്മാവനാണല്ലോ തൃശ്ശൂർ ബിഷപ്പ്. ആ വഴിക്കൊരു റെക്കമെൻഡേഷൻ. അത് നന്നായി. രാഷ്ട്രീയക്കാരൻ കൈവിടുമ്പോ മതം, അതും നടന്നില്ലെങ്കിൽ മത തീവ്രവാദം. നന്നായിണ്ട്. അത് ശരിയാവൂ. അങ്ങോരൊരു ടൈപ്പ് ആളാ. മാഷെ, അന്യന്മാരൊന്നും അല്ലല്ലോ, തന്റെ അമ്മയുടെ ആങ്ങളെയല്ലേ? അതൊക്കെ തറവാട്ടിലല്ലേ മെന്നെ. അരമനെ ചെന്ന അങ്ങോരു ബിഷപ്പല്ലേ? അവിടെ എന്തൂട്ട അമ്മാവനും മരുവനും. മാഷയുടെ ഭാര്യ വീട്ടിലും മാഷയുടെ ഭാര്യയല്ലേ? പള്ളിയിൽ വെച്ച് കാണുമ്പോ അവള് വല്യമ്മയുടെ മോളാവില്ലല്ലോ. എന്താ മെന്നത് കാര്യം പറയണതിന്റെ ഇടയിൽ ഒരുമാതിരി. ഒരു ശ്രമം നടത്തി നോക്കാം മാഷെ. ഇല്ലാച്ചാ പോട്ടെന്നേ. അല്ല, ഈ ബിഷപ്പ് പറഞ്ഞപ്പോഴത്തെ ഗവൺമെന്റ് കേൾക്കുന്നത് എന്തത്ര ഉറപ്പ്? സഭയും പാർട്ടിക്കാരും ഒന്നും തമ്മിൽ തല്ലല്ലേ? അത് വിട്. ഈ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാര് തലയിൽ മുണ്ടിട്ട് അരമനെ ചെന്ന് ബിഷപ്പ്മാരുടെ കയ്യിൽ കിസ് ചെയ്യണ കഥയൊക്കെ എനിക്കറിയാട്ടാ. ഈ ബിഷപ്പ് ചാർജ് എടുത്തതിന് ശേഷം 3 പള്ളിപ്പണിക്ക് ഡൊണേഷൻ ഉണ്ടെന്ന് വാങ്ങിണ്ട്. അല്ല, തനിക്കിപ്പോ എന്താ ഒരു പത്മശ്രീ മോഹം? വിജയശ്രീനെ മോഹിക്കാൻ പറ്റില്ലല്ലോ, അവര് മരിച്ചു പോയില്ലേ. താൻ നാളെ ഞങ്ങളുടെ കൂടെ വരുന്നു. എന്താ? ശരി.